ബാങ്കിങ് വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽ, സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു കെൻ യൂസ് ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അവിടെ എന്ത് കൺഫ്യൂഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളെല്ലാവരും ബാങ്കിങ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൽ, ബാങ്കിങ് എക്സാമിനേഷൻസിൻ്റെ നമ്മളുടെ ഏറ്റവും ഒരു കരിസ്മാറ്റിക് പോസ്റ്റാണ് PO എന്ന് പറയുന്നത്, പ്രൊബേഷണൽ ഓഫീസർ എന്ന് പറയുന്നത്. പ്രൊബേഷണൽ ഓഫീസർ PO എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ആയിരിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എല്ലാവരും അപ്ലൈ ചെയ്തായിരുന്നോ ഈ എക്സാമിനേഷന്? പറയോ, എക്സാമിനേഷൻ അപ്ലൈ ചെയ്തായിരുന്നോ? അപ്ലൈ ചെയ്തവരൊന്ന് ലൈക്ക് അടിക്കണേ. അതോ ഇതുവരെ ചെയ്യാത്തവരുണ്ടോ? IBPS എക്സാമിനേഷൻ, IBPSന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. IBPS നമ്മളുടെ ബാങ്കിങ് സെക്ടേഴ്സിലേക്ക് വിളിക്കുന്ന പോസ്റ്റുകൾ, നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് വിളിക്കുന്ന പോസ്റ്റാണ് ഈ IBPS എന്ന് പറയുന്ന എക്സാംസ് നടത്തുന്ന IBPS ആണ്. സോ നമ്മളുടെ IBPS എക്സാമിനേഷൻ PO വിളിച്ചിരിക്കുന്നത് ഡിഗ്രി ലെവലുള്ള കുട്ടികൾക്കാണ്. ഡിഗ്രിയിൽ ഉള്ള ആൾക്കാർക്കാണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ലാസ്റ്റ് ഡേറ്റ് 21 ജൂലൈ ആണ്. ഇന്ന് 16 ജൂലൈ ആയി. 21 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്ക് 5 days കൂടി ഉണ്ട്. ആൻഡ് നമ്മളുടെ എക്സാമിനേഷൻ വരാൻ പോകുന്നത്, ആദ്യം നമുക്ക് പ്രിലിംസ് ആണ് വരാൻ പോകുന്നത്. സോ പ്രിലിംസ് എക്സാമിനേഷൻ 17 to 23, 24 ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ 17, 23, 24 ആയിട്ടാണ് പ്രിലിംസ് എക്സാമിനേഷൻ വരുന്നത്. ആൻഡ് ഒക്ടോബർ 12-നാണ് മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് വരുന്നത്. വെൽ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കറിയാം ബാങ്കിങ് എക്സാമുകളുടെ പ്രത്യേകത. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, ഇത്രയും എക്സാമുകളാണ് ഈ വർഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ടായിരിക്കും. ഇനി പ്രിപ്പറേഷൻ നന്നായി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് എക്സാമിന് 1 month ഉള്ളൂ, എന്ത് ചെയ്യണം എന്നുള്ള പാറ്റേണിൽ വന്നവരുണ്ടായിരിക്കും. എക്സാം സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും, ബാങ്ക് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിയവരുണ്ടായിരിക്കും. സോ ബാങ്കിങ് എന്ന് പറയുന്ന സെനാറിയോ അല്ലെങ്കിൽ എൻ്റെ പാറ്റേൺ നമ്മളുടെ പ്രധാനമായിട്ടും കോൺസെപ്റ്റ്സിൽ നമുക്ക് ബാങ്കിങ് ആണ് എൻ്റെ ഫീൽഡ് എന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടി ഉള്ള പ്ലാറ്റ്ഫോമാണ് അവിടെ കിടക്കുന്നത്. അതായത് എത്രയൊക്കെ എക്സാംസ് ആണ് നമുക്ക് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഈ 2025 നടക്കാൻ പോകുന്ന IBPSുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകളുടെ കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. IBPS മാത്രമല്ല ബാങ്കിങ് എക്സാംസ് നടത്തുന്നത്. നിങ്ങൾക്കറിയാം RRB ഏറ്റവും എളുപ്പത്തിൽ ബാങ്കിൽ കയറാൻ സാധിക്കുന്ന ഒന്നാണ്. RRB എന്ന് പറയുന്നത് റീജിയണൽ ബാങ്കുകളിലേക്കുള്ള, ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള എക്സാംസ് ആണ് ഈ RRB എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ SBI നേരിട്ട് നമുക്ക് എക്സാംസ് നടത്തും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് എക്സാംസ് നടത്തും. ബാക്കി നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം നടത്തുന്നത് IBPS വഴിയാണ്. IBPS തന്നെ 2 ടൈപ്പ് എക്സാംസ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകും. ഒന്ന് ക്ലറിക്കൽ ലെവല്, ഒന്ന് PO ലെവൽ എന്ന് പറയുന്നത്. PO ലെവൽ എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് റാങ്ക് ആണ്, ശമ്പളം കൂടുതലാണ്, നമുക്ക് വളരെ നല്ല പാറ്റേണുകളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന PO എന്ന് പറയുന്നത്. അപ്പോൾ POയുടെ എക്സാമിനേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ. POയുടെ എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, 21-ാം തീയതിയാണ്. ഇനി നിങ്ങളുടെ മുമ്പിൽ 5 ദിവസങ്ങൾ കൂടി ആണുള്ളത്. നാളെ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ. ഇനി ഇതുവരെ അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ ഈ എക്സാമിനേഷന് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 3 പാറ്റേണുകളിലായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ 3 സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും ബാങ്കിങ് എക്സാമിനേഷൻസ് ഉണ്ടാവുന്നത്. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് നമ്മളുടെ റീസണിങ്, ഒന്ന് നമ്മളുടെ മാത്സ്. സോ റീസണിങ് ഫാക്കൽറ്റി ശ്രീജിത്ത് സാറുണ്ട്, മാത്സ് ഫാക്കൽറ്റി റഹാൻ സാറുണ്ട്. അവർ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രോഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് ബേസിൽ. ഐ എം യുവർ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ ഇംഗ്ലീഷിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ ലാസ്റ്റ് മന്തിൽ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാങ്കിങ് എക്സാമിനേഷൻസിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽ, സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ഇംഗ്ലീഷിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് കോംപ്രിഹെൻഷൻ. ഇതാണ് 3 ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ 3 ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇതിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ എക്സാമിനേഷൻ നടന്നത്, അതായത് 2024 ഇംഗ്ലീഷിന്റെ വെയിറ്റേജ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 2024 2023 വെയിറ്റേജ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇനിയുള്ള ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്തിനായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുമ്പിൽ 1 month ആണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങൾ ഈ വർഷത്തെ എക്സാംസിന് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അടുത്ത വർഷത്തെ എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാസ്റ്റ് ടൈം ഉണ്ട്. പക്ഷേ ഈ IBPS PO എക്സാമിനേഷന് ഈ 1 month കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വൈഡ് ടോപ്പിക്കുകളിലേക്ക് പോകാൻ ടൈം ഉണ്ടോ? അത് എല്ലാ ടോപ്പിക്കുകളും സാധാരണഗതിയിൽ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പോലെ എല്ലാ ടോപ്പിക്കുകളും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടോ? അങ്ങനെ ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ഉള്ളത് 1 month ആണ്. ആകെ നമുക്കുള്ളത് 1 month ആണ്. ഈ 1 month കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും, വെദർ ഏത് ബാങ്ക് എക്സാമിനേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാമിനും 1 മാസമേ നിങ്ങൾക്ക് സ്ട്രാറ്റജി വെക്കാനുള്ള ടൈം ഉള്ളൂ, അല്ലെങ്കിൽ ടൈം ബൗണ്ട് എന്ന് പറഞ്ഞാൽ 1 month ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു പ്രീവിയസ് ഇയേഴ്സിൽ എക്സാമിനേഷൻ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ വെയിറ്റേജ് എന്നുള്ള കാര്യമാണ് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത്. നിങ്ങൾ നോക്കുക, 2024 IBPS PO നടത്തിയ എക്സാമിനേഷനകത്ത് വന്നിരിക്കുന്ന പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 8 to 10 ക്വസ്റ്റ്യനുകളായിരുന്നു ഉണ്ടായിരുന്നത്. 30 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. 30 ചോദ്യങ്ങളായിരിക്കും. 30 questions, each questions carry 1 mark and that makes it 30 marks. 30 മാർക്കുകളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ടോട്ടലി എക്സാമിനേഷൻ 100 മാർക്സിനായിരിക്കും. 60 minutes ആയിരിക്കും നമ്മുടെ എക്സാമിനേഷൻ. ടോട്ടലി 100 മാർക്സ് ആണ്. അതിൽ 35 questions റീസണിങ് ആയിരിക്കും, 35 questions മാത്സ് ആയിരിക്കും, ഇംഗ്ലീഷ് 30 ആയിരിക്കും ഉണ്ടാവുന്നത്. 30 minutes ആണ് എല്ലാത്തിനും അതിൽ പാറ്റേൺ. 20 minutes ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. സോ ഈച്ച് ടോപ്പിക്സ് ക്യാരീസ് 20 minutes. ദാറ്റ് മേക്സ് ഇറ്റ് 60 minutes. 20 is the pattern. Okay, cool. So latest ആയിട്ട് 2024 അവസാനമായി നടന്ന എക്സാമിനേഷന്റെ വെയിറ്റേജ് നോക്കി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ വന്നിരിക്കുന്നത് 8 to 10 ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ മീൻസ് ലാർജ് ഒരു പാസേജ് നമുക്ക് തരും ആൻഡ് നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇഫ് യു ആർ ഗോയിങ് ടു റീഡ് ദ എൻറ്റയർ പാസേജ് ആൻഡ് ദെൻ യു ഗോ ടു ദ ക്വസ്റ്റ്യൻസ്, ആകെ 20 മിനിറ്റേ നമ്മുടെ മുമ്പിലുള്ളൂ. ആകെ 20 മിനിറ്റേ ഉള്ളൂ. ആ 20 മിനിറ്റിൽ 30 ചോദ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ പാസേജ് വായിച്ചതിന് ശേഷം പിന്നീട് ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് മീൻസ് നമ്മുടെ ടൈം നഷ്ടപ്പെടും. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു വാണ്ട് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് ഇനിഷ്യലി. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻസ് വായിച്ചു പോകുക എന്നുള്ളതാണ്. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് വായിക്കാതെ നമ്മൾ പാസേജിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇഫ് ഐ ടേക്ക് ദ വേർഡ് ദാറ്റ് വി ഫീൽ ലൈക്ക് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ. വാട്ട് ഡു യു മീൻ ബൈ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ? ഡു യു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് ദാറ്റ്? വാട്ട് ഇറ്റ് മീൻസ് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ? എന്താണ് ഈ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ. ഡസ് എനിവൺ നോ ദാറ്റ് വാട്ട് ദിസ് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ മീൻസ്? അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാതെ നേരിട്ട് പാസേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ ആണ് എന്നുള്ളതാണ്. എന്താണ് പാറ്റേൺ? സി, ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കാബുലറിയിൽ നമുക്ക് ഇഡിയത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യ പാറ്റേൺ ആണ്. വൊക്കാബുലറിയിൽ ഇഡിയത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് പാസേജ്. അപ്പൊ ഞാൻ പാസേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയി കയറി കഴിഞ്ഞാൽ വൊക്കാബുലറിയിലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്നുള്ള ഒരു ഇഡിയമാണ് പറഞ്ഞത് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് യു ഫീൽ അൺകംഫോർട്ടബിൾ. നിങ്ങൾക്ക് ഒട്ടും കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മൾ പുതിയതായിട്ട് ഒരു ക്ലാസ്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ക്ലാസ്സിലേക്ക് പോവാണ്. വി ഫീൽ ലൈക്ക് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ. നമുക്ക് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ ആയിട്ട് ഫീൽ ചെയ്യും. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഒട്ടും കംഫോർട്ടബിൾ ആയിരിക്കില്ല. പഠിക്കാൻ എന്താ എളുപ്പ വഴി? ഈ ഇഡിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ IBPSന് പ്രിപ്പയർ ചെയ്താൽ, നിങ്ങൾ RRBക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ SBയുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇനി ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏത് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാലും ഞാൻ 100% ഉറപ്പ് പറഞ്ഞു തരാം, ഈ ചോദ്യം ഉറപ്പായിരിക്കും. ഇഡിയംസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് ഇറക്കത്തില്ല. ബാങ്ക് ഇറക്കത്തില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എന്ത് ഇഡിയംസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇറക്കത്തില്ല. ദിസ് ഈസ് ദ പാറ്റേൺ. സോ ഇഡിയത്തിന് അത്രയും ഇമ്പോർട്ടൻറ്റ്. ദാ ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് മഴയുണ്ടോന്ന് എനിക്കറിയാം. തകർത്ത് മഴ പെയ്യാണ്. ഹെവി റെയിൻ. കെൻ യു ഗിവ് മി ആൻ ഇഡിയം ഫോർ ദാറ്റ്? ഹെവി റെയിൻ. തകർത്ത് മഴ പെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? തകർത്ത് മഴ പെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. സി, ലാസ്റ്റ്
ബാങ്കിങ്ങിന്റെ എക്സാമിനേഷന് ചോദിച്ച ചോദ്യമായിരുന്നു, വെൻ റെയിൻ ആൻഡ് സൺലൈറ്റ് കംസ് ടുഗദർ വാട്ട് ഇറ്റ് കോൾസ്. മഴയും വെയിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കുമെന്ന്. നമ്മൾ അച്ഛനും അമ്മയൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ അമ്മ പറയാറുണ്ട്, കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണമാണ് എന്ന് പറയും വെയിലും മഴയൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ. എന്താണ് അതിന്റെ ഇഡിയം? ആക്ച്വലി ദ ഇഡിയം ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് ഡെവിൾ ഈസ് ബീറ്റിംഗ് ഹിസ് വൈഫ്. Devil is beating his wife. It means that rain and sunlight comes together. So last year their examination, ഒരു ഷിഫ്റ്റിൽ വന്ന ക്വസ്റ്റൻ ആയിരുന്നു, when rain and this sunlight comes together, then what it calls? It calls devil is beating his wife. This is idiom. This is the peculiarity of idiom. So ഇഡിയത്തിന്റെ ഷുവർട്ടി എന്താണ് എന്നുള്ളതാണ് വൊക്കാബുലറി നിന്ന് ഞാൻ പറഞ്ഞത്. ബാക്ക് ടു അവർ പോയിന്റ് ദാറ്റ് കോംപ്രിഹെൻഷൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയത്. കാരണം സീ ദ വെയിറ്റേജ് നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എല്ലാ തവണയും നോക്ക്. 2023 ക്വസ്റ്റ്യൻസ് നോക്കുക. 2023 7 മുതൽ 10 വരെ, 2024 8 മുതൽ 10 വരെ ഓരോ ഷിഫ്റ്റുകൾക്കും വേരിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പാറ്റേൺ പറഞ്ഞിരിക്കുന്നത്. സി 10 ക്വസ്റ്റ്യൻസ് മിനിമം നമുക്ക് ഉണ്ടായിരുന്ന, അതായത് 10 മാർക്ക് വരുന്നത് കോംപ്രിഹെൻഷനിലായിരിക്കും. സോ ഇനിഷ്യലി വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു വാണ്ട് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ്. then you will get an idea that what the passage wants to say that. അപ്പൊ പിന്നെ നമ്മൾ പാസേജ് വായിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് പേപ്പർ കിട്ടും. അവിടെ നിങ്ങൾ മാത്സ് റീസണിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പേപ്പർ വാങ്ങിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടും. ഈ പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പാരഗ്രാഫിലെ 3ാമത്തെ ലൈനിലാണ് 2, 3 ഇത്ര എഴുതിയാൽ മതി. അല്ലാതെ വാരി വലിച്ചൊന്നും എഴുതണ്ടേ. ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ പാരഗ്രാഫിലെ 3ാമത്തെ ലൈൻ എന്നൊക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ സമയം പോകും. 2, 3 എഴുതി വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരികയാണെന്ന് വെച്ചോ, ഇത് എഴുതി വെച്ചാൽ അപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിലെ 3ാമത്തെ ലൈൻ നോക്കിയാൽ മതി, നമുക്ക് എളുപ്പത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും പാസേജ് വായിച്ചു പോകുമ്പോഴത്തേനും ഇംഗ്ലീഷിലെ സെഷൻ തീരും. സോ ഡോണ്ട് ഡു സച്ച് തിങ്സ്. So initially you want to read the questions, then you will get an idea and you just mark this root words in just mark it, okay? Then you go to the passage, then you will get an idea about what, and then you can crack this 8 to 10. ഇനി പാസേജിൽ സ്ഥിരമായി കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പാസേജ് ഒക്കെ ഞങ്ങൾ സ്കൂളിൽ ചെയ്യുന്നില്ല, ഇത് എന്തോ ഒരു പാസേജ് തരിക ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതല്ലേ. ഇങ്ങനെ പോകാൻ ഇത് നമ്മൾ LKG പഠിക്കുന്ന ക്വസ്റ്റൻ അല്ല, ബാങ്കിങ് എക്സാമിനേഷൻ ആണ്. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് നാളെ മുതൽ ഇന്നിപ്പോൾ രാത്രി 9 മണി 10 മണിക്ക് നിങ്ങളുടെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം എടുക്കാൻ ഇല്ലെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നാളെ എന്ന വാക്ക് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ ഇന്നു മുതൽ എന്നാണ് പറയേണ്ടത്. നാളെ മുതൽ ഒരു പാസേജ് കോംപ്രിഹെൻഷൻ എല്ലാ ദിവസവും ചെയ്തിരിക്കണം. അതായത് നമ്മളുടെ എക്സാമിനേഷൻ, പ്രിലിംസിന്റെ എക്സാമിനേഷൻ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 എന്നുള്ള കാര്യം അവിടെ ഓരോ പാറ്റേണിൽ 17, 23, 24 ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആയിരിക്കും വരുന്നത്. 17 തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചോ നിങ്ങൾ. അപ്പൊ നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് ഹാർഡ്ലി ഇറ്റ് ഈസ് 30 days. 30 days ഒരു ദിവസം ഒരു പാസേജ് കോംപ്രിഹെൻഷൻ വെച്ച് ചെയ്യുക. ദാറ്റ് മീൻസ് 30 പാസേജ് കോംപ്രിഹെൻഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ ഒരു യൂസേജ് യൂസ് ചെയ്യും, നിത്യാഭ്യാസി ആനയും ഉയർത്തും. നിങ്ങൾക്ക് സ്പീഡ് കൂടും, നിങ്ങൾക്കിത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. സോ റിമെമ്പർ വൺ തിങ്, ദാറ്റ് ഡു മാക്സിമം നമ്പർ ഓഫ് മോക്സ്. അവസാനത്തെ മാസം ടോപ്പിക്സ് പഠിച്ച് സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഇല്ല. സോ ഡു മാക്സിമം നമ്പർ ഓഫ് മോക്സ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി ബിക്കോസ് ദ വെയിറ്റേജ് ഇസ് ലൈക്ക് ദാറ്റ്. സോ മോക്ക് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാറ്റേൺ കാണും. ആ പാറ്റേൺ ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദ ആദ്യം പാസേജ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വായിക്കാനാണ് നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ മാറ്റണം എന്നില്ല. അതായത് അവസാനത്തെ സമയം കപ്പിത്താനെ മാറ്റണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് ലാസ്റ്റ് ടൈമിൽ ചേഞ്ച് ചെയ്യണ്ട. ബട്ട് ബാങ്കിങ് സ്റ്റുഡൻസ് സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് വായിക്കുക, ദെൻ പാസേജിലേക്ക് പോകാം. അത് ടൈം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എറർ ഡിറ്റക്ഷൻസ്, സ്പോട്ടിംഗ് ദ എറർ, യു മേ ബി ഫെമിലിയർ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ഭാഗത്ത് ഗ്രാമറിൽ നിന്ന് ഡയറക്റ്റ് ആയി ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. പാർട്ട് ഓഫ് സ്പീച്ചിലെ 8 പാർട്ട് ഓഫ് സ്പീച്ച് യു മേ ബി ഫെമിലിയർ വിത്ത് നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ. ഈ നൗൺ പാറ്റേണുകളിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒന്നാണ് സ്പോട്ടിംഗ് ദ എറർ എന്ന് പറയുന്നത്. സ്പോട്ടിംഗ് ദ എറർ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ. എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തുള്ള ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കേണ്ട, സെന്റൻസ് വായിക്കുമ്പോൾ ഒന്ന് ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക. ഉറക്കെ വായിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുക മാത്രമല്ല, നമ്മളുടെ കണ്ണ്, നാക്ക്, ചെവി 3 എണ്ണം ഒരുമിച്ച് വർക്ക് ചെയ്യും. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഹൈ ഹാസ് എ കാർ എന്ന് വായിക്കുന്നതും ഞാൻ ഇപ്പൊ പറയുവാണ് ഐ ഹാസ് എ കാർ എന്ന് ഞാൻ കുറച്ച് ഉറക്കെ പറയാം, ഐ ഹാസ് എ കാർ. നിങ്ങൾ ഐ ഹാസ് എ കാറോ, ഇയാൾ എന്ത് പൊട്ടത്തരമായി പറയണേ, ഐ ഹാസ് എ കാർ എന്നൊക്കെ പറയുമോ നമ്മൾ? ഇല്ല, ഐ ഹാസ് എ കാർ എന്ന് പറയത്തില്ല. ഐ ഹാവ് എ കാർ എന്നേ നമ്മൾ പറയത്തുള്ളൂ. അതിന്റെ കൂടെ ആവേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഓൺലൈൻ സെഷൻസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ദർ ഇസ് എ ഷോർട്ട് കട്ട് ലൈക്ക് ദാറ്റ്, അയ്യോ ദേവി,
അയ്യോ ദേവി, ദാറ്റ് മീൻസ് അയ്യോ ദേവി, ഇതിന്റെ കൂടെ എല്ലാം ഹാവേ വരത്തുള്ളൂ. സോ നമ്മളിത് ഉറക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ പാറ്റേൺസ് കിട്ടും. സ്പോട്ടിംഗ് നേരെ കുറച്ചുകൂടി എളുപ്പമായി ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആ പാറ്റേൺ എന്ന് പറയുന്നത്. വെൽ, സോ സ്പോട്ടിംഗ് നേർ മാച്ച് ദ കോളംസ് വെയിറ്റേജ് കുറവാണ്. SBIയുടെ ഒരു പാറ്റേൺ ആണ് ഈ മാച്ച് ദ കോളം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാച്ച് ദ കോളത്തിൽ ടൈം കളയണമെന്ന് നിർബന്ധമില്ല. കാരണം കഴിഞ്ഞ 2023 ഒരു ചോദ്യം പോലും ചോദിച്ചില്ല, 2024 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ദിസ് ഈസ് ദ പാറ്റേൺ. സോ മാച്ച് ദ കോളം നമ്മൾ അവസാനം സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാം. ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കുകൾ ഉള്ളതാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാരാജിമ്പിൾസ് റീഡിംഗ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ പാറ്റേൺ കണ്ടല്ലോ. നാളെ തൊട്ട് പേപ്പർ വായിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ യു വാണ്ട് ടു റീഡ് ന്യൂസ് പേപ്പർ, എക്സ്പെഷ്യലി ദ ഹിന്ദു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദ ഹിന്ദുവിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ കോംപ്രിഹെൻഷൻസ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ കോളമാണ് ഈ കോംപ്രിഹെൻഷൻസിൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പാരാജമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെന്റൻസസിനെ ഷഫിൾ ചെയ്തിടുന്നതാണ്. ഇത് നമ്മൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന ഗ്രാമർ വെച്ച് നമ്മൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഈദർ ഓർ, നീദർ നോർ, ഹൗ എവർ വെൻ എന്നൊക്കെ പറഞ്ഞ് ഗ്രാമറിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന കുറെ ടോപ്പിക് ഉണ്ട്. ഇത് സ്പോട്ടിംഗ് എററിന് വേണ്ടി ഈ ടോപ്പിക്കുകൾ നമ്മളെ പാരാജമ്പിൾസിൽ കണക്ട് ചെയ്യാൻ സഹായിക്കും, സെന്റൻസുകൾ മാറ്റാൻ സഹായിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരിക്കും. എ ആൻഡ് ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾസ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എ ആൻഡ് ദ എന്ന് പറയുന്ന ഒന്ന്. ഇതെങ്ങനെയാണ് നമ്മൾ പാരാജമ്പിൾസിൽ ഹെൽപ്പ് ചെയ്യുന്നത്? പാരാജമ്പിൾസിൽ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സെന്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷഫ്ലിങ്ങിനകത്ത് വരുവാണ്. ഞാൻ പറയാണ് there is a girl, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. there is a girl, the girl who's standing there is my bosom friend. ആ നിക്കണ പെൺകൊച്ച് എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. the girl who is standing there is my bosom friend. See the pattern? So ഒരേ വാക്കിന്റെ കൂടെ എ എന്ന് പറയുന്ന ആർട്ടിക്കിളും ദ എന്ന് പറയുന്ന ആർട്ടിക്കിളും വന്നു കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിക്കുന്നത് എ ആർട്ടിക്കിൾ ആയിരിക്കും. എന്നിട്ടേ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഡെഫിനറ്റ് ആർട്ടിക്കിൾ സേസ് ദാറ്റ് ഒരു കാര്യത്തെ എടുത്തു പറയുകയായിരിക്കും. കണ്ടോ? വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി പറയാം. ദർ ഈസ് ആൻ എലിഫന്റ്. അവിടെ ഒരു എലിഫന്റ് ഉണ്ട്. ദർ ഈസ് ആൻ എലിഫന്റ്. ദ എലിഫന്റ് ബിലോങ്സ് ടു മഹാദേവർ ടെമ്പിൾ. ആ എലിഫന്റ് മഹാദേവരുടെ അമ്പലത്തിലെ എലിഫന്റ് ആണ്. ദിസ് ഈസ് ദ പാറ്റേൺ. അല്ലാതെ നമ്മൾ ഇങ്ങനെ പറയോ ദ എലിഫന്റ് ബിലോങ്സ് ടു മഹാദേവർ ടെമ്പിൾ, ദർ ഈസ് ആൻ എലിഫന്റ്, അങ്ങനെ പറയോ? ഇല്ല. സോ by studying these articles you can easily identify that this പാരാജമ്പിൾസിൽ ഷഫ്ലിംഗ് ഓഫ് സെന്റൻസസിൽ പാറ്റേൺ പോകുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഇനി കോംപ്രിഹെൻഷൻസ് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ത്? സെന്റൻസുകളുടെ സീക്വൻസുകൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഫൈനലി എന്ന് പറഞ്ഞൊരു വാക്ക് പറയാം, അല്ലെങ്കിൽ therefore എന്ന് പറഞ്ഞൊരു സെന്റൻസ് പറയാം, അല്ലെങ്കിൽ സോ എന്ന് പറഞ്ഞൊരു കാര്യം പറയാം. ഇത് ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരുമോ? നോ. അതെങ്ങനെയാ വരുന്നത്? therefore എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. This is the reason behind that. These ഇതൊന്നും ഒരിക്കലും സെന്റൻസിന്റെ തുടക്കം വരത്തില്ല. ഇതെങ്ങനെ മനസ്സിലാവും? നമ്മൾ മോക്ക് ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ്. വെൽ, സോ പാരാജമ്പിൾസിന് നമുക്ക് കിട്ടിയിരിക്കുന്ന പാറ്റേൺ ആണ്. ഫില്ലർ, വേർഡ് സ്വാപ്പ്, ഇതെല്ലാം ഫ്രേസൽ റീപ്ലേസ്മെന്റ്, ഇതെല്ലാം വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പാറ്റേൺ ആണ്. വെയിറ്റ് 2 to 3 ആണ്. വീണ്ടും നമുക്ക് കോംപ്രിഹെൻഷനിൽ വീണ്ടും വരുന്നത് ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പാറ്റേൺ. ക്ലോസ് ടെസ്റ്റ് മീൻസ് റാപ്പിഡ് ഫില്ലർ ക്വസ്റ്റ്യൻസിനെയാണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോസ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അബദ്ധം വരുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സെന്റൻസും റാപ്പിഡ് ഫില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജിനകത്ത് ഡാഷ് ഇട്ട് വരുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ റാപ്പിഡ് ഫില്ലർ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. ഒരു പാസേജ് ആണ്, ഒരു 5 ക്വസ്റ്റ്യൻ കാണും ഒറ്റയടിക്ക്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ സെന്റൻസും പറക്കി വെച്ചിട്ട് ഈ ഫില്ലറിന് ഇവിടെ ഇത് ആഡ് ചെയ്യാം, ഈ ഫില്ലറിന് ഇത് ആഡ് ചെയ്യാം എന്ന് നോക്കും. എൻ്റയർലി പണി വാങ്ങും നമ്മൾ. കാരണം ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഫില്ലേഴ്സ് ആണ്. റാപ്പിഡ് ഫില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസേജിനെ മൊത്തത്തിലായിരിക്കണം നോക്കേണ്ടത്. ആദ്യം പാസേജ് വായിച്ചു നോക്കണം. പാസേജ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടോൺ മനസ്സിലാകും. അതായത് ചില ഓതേഴ്സ് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. യു മേ ബി ഫെമിലിയർ വിത്ത് ദാറ്റ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തെ പറയുന്ന ആൾക്കാരെയാണ് ഒപ്റ്റിമിസ്റ്റിക് ആൾക്കാർ എന്ന് പറയുന്നത്. അതിന്റെ അനണിം എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റ് ആണ്. നമ്മൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ അനണിംസ് പഠിക്കുന്നതാണ്. ഓപ്പോസിറ്റിനെയാണ് അനണിം എന്ന് പറയുന്നത്. പെസിമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പെസിമിസ്റ്റ് എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട് ഭയങ്കര ദുരന്തം പറച്ചിലായിരിക്കും. ദ ഗവൺമെന്റ് ഈസ് നോട്ട് ഗുഡ്, ദ സിസ്റ്റം ഈസ് നോട്ട് ഗുഡ്, ഈ ലോകം ഒന്നും ശരിയല്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. സോ ചില ഓതേഴ്സിന്റെ ആർട്ടിക്കിൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ പെസിമിസ്റ്റിക് ആയ ഒരു കോൺസെപ്റ്റ് ആണ് പോകുന്നതെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള വാക്കുകളായിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ പോസിറ്റീവ് വാക്കുകളായിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ് യു കെൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ്. ഓരോ ഫില്ലർ വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു റീഡ് ദ പാസേജ്, ദെൻ യു ഗോ ഫോർ ദ ക്ലോസ് ടെസ്റ്റ്. അതായത് നിങ്ങൾ ക്ലോസ് ടെസ്റ്റിന്റെ വെയിറ്റേജ് നോക്കുക. 2024 6 to 7, 2023 2 to 6. അതായത് ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, പാരാജമ്പിൾസ്,
കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 20 മാർക്കിനാണ്. മൊത്തം 30 മാർക്കിനെ ക്വസ്റ്റ്യൻ ഉള്ളൂ. 20 മാർക്ക് വന്നിരിക്കുന്ന കോംപ്രിഹെൻഷൻ. അപ്പോൾ വായന എത്ര മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. വായന എത്ര മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ബാക്കിയുള്ള വൊക്കാബുലറി സൈഡിൽ നിന്നോ ഗ്രാമറിൽ നിന്നോ ഉള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ലാസ്റ്റ് മന്തിൽ ഇനി നമ്മൾ വൈഡ് ടോപ്പിക് ഇപ്പൊ പോയിട്ട് നിങ്ങൾ പോയിട്ട് ഇനി അഡ്ജക്റ്റീവ്സിന്റെ ടോപ്പിക്സ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച്, നറേഷൻ ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. നിങ്ങൾ 6 months ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ ഈ എക്സാമിനല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരുന്നുണ്ട് ഈ വർഷം എത്ര എക്സാംസ് വരാൻ പോകുന്നു. SBI എക്സാംസ് വരാൻ പോകുന്നു, BPSന്റെ എക്സാംസ് വരാൻ പോകുന്നു, ക്ലറിക്കൽ ലെവൽ എക്സാംസ് വരാൻ പോകുന്നു. സോ ഇഷ്ടംമാതിരി എക്സാംസ് വരാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾ 6 മാസത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ യു ഗോ വിത്ത് ഇറ്റ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ഞാൻ ഈ പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടിയാണ് ഈ വെബിനാർ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ യു ഡോണ്ട് ഗോ ഫോർ ദ വൈഡ് വൈഡ് ടോപ്പിക്സ് പോകാൻ സമയം നമുക്കില്ല. സോ മാക്സിമം നമ്പർ ഓഫ് മോക്സ്, എത്ര മോക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും മോക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. സോ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇംഗ്ലീഷ് സെഷന് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. വെൽ, സോ യു ക്യാൻ വിഷ്ണു സാർ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ യു വിൽ ഗെറ്റ് മോക്ക് ടെസ്റ്റ്. അവിടെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. യു ക്യാൻ ഡു മോക്ക് ടെസ്റ്റ് ആൻഡ് യു ക്യാൻ ഡൗൺലോഡ് അവർ ആപ്പ് ഫ്രം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് റഹാൻ സാറ് മാത്സിനെ കുറിച്ച് എങ്ങനെയാണ് മാത്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഗോ വിത്ത് ദ റീസണിങ്. സാറ് എങ്ങനെയാണ് റീസണിങ് എന്നുള്ളത് നമ്മളോട് ശ്രീജിത്ത് സാർ പറഞ്ഞു തരും. സോ ഹാൻഡ് ഓവർ ദിസ് ക്ലാസ് ടു റഹാൻ സാർ. റഹാൻ സാർ, ആർ യു ദേർ? Sir. Thank you. Welcome, Ryan. So very good evening. സോ നമ്മുടെ ക്യൂയുടെ കേസ് പറയാന്നുണ്ടെങ്കിൽ, സോ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാന്ന് സാറ് പറഞ്ഞല്ലേ, ബേസിൽ സാർ പറഞ്ഞായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ പറയാം. നമുക്ക് റഫ്ലി അറൌണ്ട് 1 month ആണുള്ളത് അല്ലെ, കറക്റ്റ് ഒരു 1 month ആണുള്ളത്. അത് കഴിയുമ്പോൾ തന്നെ എന്ത് വരും, എക്സാം വരും. നേരത്തെ തന്നെ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ടോപ്പിക്സ് എന്തില്ല, പഠിക്കാനായിട്ടുള്ള സമയമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ ഒരു കട്ട് ഓഫ് എത്ര വരും എന്നുള്ളത് നമുക്കിപ്പം ആക്ച്വലി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എക്സാം പോലും കഴിഞ്ഞില്ലല്ലോ, സോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ്ലി കണ്ടുവരുന്നത് അറൌണ്ട് ഒരു 55 ആണ് എന്ത് വരുന്നത്, മാക്സിമം കട്ട് ഓഫ് വരുന്നത് അറൌണ്ട് 100. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ഇയർ ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 48 പോയിന്റ് സംതിങ് ആയിരുന്നു വന്നത്. പക്ഷെ അതിന് മുമ്പത്ത് 51, 52 സംതിങ് ആയിരുന്നു. ഓക്കെ, സോ മാക്സിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 55. ഓക്കെ, പക്ഷെ അതേസമയം കട്ട് ഓഫ് 55 എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് 55 ക്വസ്റ്റ്യൻ എഴുതിയിരിക്കാനും പാടില്ല. കാരണം എന്താ, മേ ബി എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുക. എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും, കട്ട് ഓഫ് കൂടും അല്ലെ. അതേപോലെ എക്സാം എളുപ്പമായിരിക്കാം, പാടായിരിക്കാം. സോ എന്നും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കറക്റ്റ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് വരരുത്. ഓക്കെ, അതേപോലെ നമുക്ക് എന്തുകൂടെ ഉണ്ട്, സെക്ഷണൽ മാർക്ക് കൂടെ ഉണ്ട്. ഓക്കെ, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. അതായത് 3ന്റെ സെക്ഷണൽ കട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ അത് ആക്ച്വലി വളരെ കുറവാണ്. അറൌണ്ട് 6, 7.5 ഒക്കെയാണ് എന്ത് വരുന്നത്, ഒരു കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, നമ്മൾ സെക്ഷനിലൊക്കെ ചുമ്മാ എന്തായിപ്പോ, ക്ലിയർ ആയിപ്പോ. ഓവറോളിലാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, സോ ഞാൻ ക്യൂയുടെ കേസിലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് എന്റെ സ്ക്രീൻ ശ്രദ്ധിച്ചോ. സോ നമ്മുടെ ഈ വർഷത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നിങ്ങൾ മോസ്റ്റ്ലി ഫ്രഷേഴ്സ് ആയിരിക്കും അല്ലെ. ലാസ്റ്റ് ടൈമില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമില് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35 ക്വസ്റ്റ്യൻ ക്യൂ എന്നായിരുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ച് വന്നു. ഓക്കെ, ഇത്തവണ ഒരു ചേഞ്ച് വന്നു. ക്വസ്റ്റ്യൻ 35 തന്നെയാണ്, പക്ഷെ ഇത് 30 മാർക്കിന്. എത്ര മാർക്കിനാണ്, 30 മാർക്കിനാണ്. മുമ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, 35 ക്വസ്റ്റ്യന് 35 മാർക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ചേഞ്ച് വന്നു. ഓക്കെ, 35 ക്വസ്റ്റ്യൻ 30 മാർക്കാക്കി. ഓക്കെ, 5 മാർക്ക് നേരെ റീസണിങ്ങിലോട്ട് ആഡ് ആയിട്ടുണ്ട്. സോ ഓക്കെ, സോ നമുക്ക് 35 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ക്വസ്റ്റ്യൻ കൂടി, മാർക്ക് കുറയുകയും ചെയ്തു അല്ലെ. സോ നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കേസ് നോക്കാം. സോ നമ്മൾ മാത്സിലോട്ട് ഞാൻ പിന്നെയും പറയാണ്, നമുക്ക് എന്തില്ല, ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല അല്ലെ. സോ നമുക്ക് നോക്കാം എവിടെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിന് ആക്ച്വലി 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നതാണ് സ്പീഡ് മാത്സ്. ഓക്കെ, ഇതെന്താന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഉള്ളത് അരിത്തമെറ്റിക്, പിന്നെ ഉള്ളത് DI. ഇത് രണ്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, ഈ 3 എണ്ണത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ സ്പീഡ് മാത്സും DI ആണ്. ഓക്കെ,
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റഫ്ലി 1 month ടൈമേ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് ഈ സ്പീഡ് മാക്സ് എന്ന് പറയാൻ നേരത്ത് ഒന്നുമില്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മള് ബോർഡ് മാസ് റൂൾ ഒക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ സ്കൂളിൽ പണ്ട്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് ബോർഡ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബോർഡ് മാസ് നമ്മൾ ബേസിക്കലി സ്കൂളിൽ പഠിച്ച കാര്യം തന്നെയാണ്. അതിനെ റിലേറ്റ് ചെയ്ത് തന്നെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ്? 5 ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ 144 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3 ഇൻറ്റു 6 മൈനസ് 4 അങ്ങനെ റിലേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്? 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 5 മാർക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇപ്പം മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഇപ്പൊ 30 മാർക്കല്ലേ ഉള്ളൂ. 35 ക്വസ്റ്റ്യൻ 30 മാർക്കേ ഉള്ളൂ. അപ്പൊ മേ ബി ഈ സിംപ്ലിഫിക്കേഷന്റെ മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 5 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ആയി. മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്? 35 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 35 ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ല ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം കറക്റ്റ് എത്ര മിനിറ്റ് ഉള്ളത്? 20 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലെ. ആ 20 മിനിറ്റിൽ 35 ക്വസ്റ്റ്യൻ എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും നമുക്ക് ക്ലർക്കിന്റെ കേസിലൊക്കെ 35 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എഴുതാൻ പറ്റും. 35 കറക്റ്റ് ആയിരിക്കും. ഓക്കെ, 100% ആക്യുറസി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. പക്ഷെ പിയുടെ കേസ് വരാൻ നേരത്ത് ഒബ്വിയസ്ലി പാടാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ പോയാലും എന്ത് ചെയ്യണം? ഒരു 25+ ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ നമ്മൾ നോക്കണം. ഓക്കെ, നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 25+ ആയിരിക്കണം. ഓക്കെ, സോ മേ ബി നമ്മൾ അറിഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് എക്സാം പാടാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും 25+ എന്നുള്ളത്. പക്ഷേ എങ്ങനെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20+ സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 25+ ആയിരിക്കും. അതെങ്ങനെ സ്കോർ ചെയ്യാം? ഞാൻ പറഞ്ഞു, സിംപ്ലിഫിക്കേഷൻ ബേസിക് ആയിട്ടുള്ള കണക്ക് നമ്മൾ 7ലും 8ലും അല്ല 5നും 4ലും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുന്നില്ലേ? സെയിം സാധനം എന്ത് ചെയ്ത് ചോദിക്കാറുണ്ട്? 5 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, 5 ക്വസ്റ്റ്യൻ അത് ഏകദേശം എങ്ങനെ പോയാലും ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പോയിന്റ് തരും. 14.9 ഡിവൈഡഡ് ബൈ 5 എന്നായിരിക്കും തരുന്നത്. എന്നിട്ട് ഒരു ഇക്വേഷൻ തരുമായിരിക്കും. ഈ 14.9 എന്നുള്ളതിനെ എന്ത് ചെയ്തോളാം? 15 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തോളാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന ടോപ്പിക്കാണ് നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് മിസ്സിംഗ് നമ്പറും, മറ്റേതെന്ന് പറയുന്നത് റോങ് നമ്പറും. ഓക്കെ, സോ മിസ്സിംഗ് നമ്പർ ആണ് ഒബ്വിയസ്ലി എളുപ്പം. മിസ്സിംഗ് നമ്പർ എന്താന്ന് പറയാം. നമുക്ക് ഒരു പാറ്റേൺ തരികയാണ്. നമ്മളോട് പറയാം 3, 6, 9 ക്വസ്റ്റ്യൻ മാർക്ക് 15, 18 ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിട്ട് പറയാം ഈ ക്വസ്റ്റ്യൻ മാർക്കിനകത്തുള്ളതിന്റെ ആൻസർ എത്രയെന്നുള്ളത്. സോ ഒബ്വിയസ്ലി 3 6 ആയി, 6 9 ആയി, 9 എന്താവും? 12 ആവും അല്ലെ. 12 എന്താവും? 15 ആയി. ഒരു പാറ്റേൺ ഫോം ആവുന്നില്ലേ? ഇതാണ് മിസ്സിംഗ് നമ്പർ. സോ ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി എടുത്തേ ഉള്ളൂ. കുറച്ച് എളുപ്പമുള്ള തന്നെ ആയിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ് റോങ് നമ്പറിനെ കമ്പയർ ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്ത് വേണം? പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ്. ഓക്കെ, ഈ നമ്പർ സീരീസ് ഇതേപോലെ ഞാൻ പറഞ്ഞു മിസ്സിംഗ് നമ്പറും ഉണ്ട്, റോങ് നമ്പറും ഉണ്ട് അല്ലെ. മിസ്സിംഗ് നമ്പർ ഇങ്ങനെ, റോങ് നമ്പർ ആണെങ്കിൽ ഒന്നുമില്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തു. ആ 3, 6, 9, 10, 15, 18 ഇങ്ങനെ ഒരെണ്ണം തന്നിട്ട് പറയും ഇതിലെ റോങ് നമ്പർ ഏതാ? 10 ആണ്. കാരണം 10ന്റെ സ്ഥാനത്ത് എത്രയാണ് വരേണ്ടത്? 12 ആണ് വരേണ്ടത് അല്ലെ. എന്നാലല്ലേ ഒരു പാറ്റേൺ ഫോളോ ആവത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് എന്തെന്ന് പറയുന്നത് മിസ്സിംഗ് നമ്പറും റോങ് നമ്പറും. ഇതും എന്ത് ചെയ്യാറുണ്ട്? ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 10 ക്വസ്റ്റ്യൻ ആയി അല്ലെ. പിന്നുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് പറയാം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പൊ നോക്കാൻ നേരത്തെ എത്ര ക്വസ്റ്റ്യൻ ആയി? 15 ക്വസ്റ്റ്യൻ ആയി അല്ലെ. 5 ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, 5 ക്വസ്റ്റ്യൻ നമ്പർ സീരീസ്, 5 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ. ഇത് മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആയി? 15 ക്വസ്റ്റ്യൻ ആയി അല്ലെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് മൂന്നിന്നും, അതായത് സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആക്ച്വലി 2 എണ്ണയും മോസ്റ്റ്ലി ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ സിംപ്ലിഫിക്കേഷൻ നമ്പർ സീരീസ് വരുമായിരിക്കാം, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും സിംപ്ലിഫിക്കേഷനും വരായിരിക്കാം. ഓക്കെ, മൂന്നും കൂടെയും വരാമോ എന്ന് ചോദിച്ചാൽ വരാം. പക്ഷെ ചാൻസ് എത്രയാണ്? പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് മൂന്നിന് എന്തേ ചോദിക്കാറുള്ളൂ? 2 എണ്ണേ ചോദിക്കാറുള്ളൂ. അതായത് എത്ര ക്വസ്റ്റ്യൻ? 10 ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? അത്രയും നോക്കിയാൽ മതി. 10 ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി അത്രയും ചോദിക്കും.
ഓക്കെ, അതിൽ കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. നമുക്ക് ഈ 10 ക്വസ്റ്റ്യനും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, എന്തുവാ അല്ലാത്തൊരു കണ്ടീഷനും ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ റോങ് നമ്പർ സീരീസ് വന്നാൽ റോങ് നമ്പർ സീരീസ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. ഓക്കെ, സോ അത് വന്നു കഴിഞ്ഞാൽ നേരത്തെ എന്തായിരിക്കും, കുറെ പേര് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷെ ചാൻസസ് എന്താണ്, കുറവാണ്. ഓക്കെ, മോസ്റ്റ്ലി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് മാത്രമല്ല, ഇത് മൂന്നിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നതാണ്, നമ്മൾ ഏത് എക്സാം എടുത്താലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് മാത്സിന്റെ കേസിലാണ്. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇത്രയും ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ, ഈ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ. അത് നിങ്ങൾ വിചാരിക്കും നമുക്കറിയാന്നല്ലേ, പക്ഷേ നമ്മൾ സാധാരണ ഈ സ്കൂളിൽ പഠിച്ച രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ടൈം കിട്ടത്തില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഒരു 98ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ സാധാരണ രീതി ചെയ്തുകൊണ്ടിരുന്ന എന്തില്ല, നമുക്ക് സമയമില്ല. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 9604 ആണ്. ഓക്കെ, ഇങ്ങനെ ഓരോ നമ്പറിന്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, സോ അതിന് എന്നാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ അരിത്തമെറ്റിക്കിന്റെ ഓരോ ടോപ്പിക്സ് വരാൻ നേരത്തും അതിന്റെയും ചെയ്ത് പഠിക്കാൻ നേരത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയാൻ ഒരിക്കലും പാടില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരാൻ നേരത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പിന്നെ ഒരു 10-20 സെക്കൻഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആകെ എത്ര സമയമാണുള്ളത്, 20 മിനിറ്റ്സ് ആണുള്ളത് അല്ലേ. സോ നമുക്ക് എന്ത് കാണത്തില്ല, സമയം കാണത്തില്ല. സോ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നതിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയമില്ല അല്ലെ, 1 മന്ത് ആണുള്ളത്. പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്തോളണം, നിങ്ങളുടെ ബേസ് ക്ലിയർ ആയിക്കൊള്ളണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് ഒരു സെക്ഷണൽ മോക്ക് ചെയ്യും. ഓക്കെ, ഒരു സെക്ഷണൽ മോക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. മേ ബി നിങ്ങൾക്ക് ചിലപ്പം 4 മാർക്കായിരിക്കാം, 3 മാർക്കായിരിക്കാം. അതൊന്നും എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. കാരണം നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യാം, സ്കോർ കയറിക്കോളും. ഓക്കെ, ആദ്യം തന്നെ ഒരു മോക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണെന്ന് നോക്കുക. ഇതേപോലത്തെ ഈ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ, അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ക്വാഡ്രാറ്റിക് എന്താന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x⁴ വരുന്ന ഒരു കേസിനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വരും. ഓക്കെ, അതായത് ഇതിൽ എക്സിന്റെ വാല്യൂ ഇക്വേഷൻ പറയാം, ഒരു ഇക്വേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. x² പ്ലസ് x² മൈനസ് 5x പ്ലസ് 6 is equal to 0. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിൽ ആക്ച്വലി എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാൻ നേരത്തെ എന്താകും, ആ ഇക്വേഷൻ 0 ആവും. അതാണ് സിംപ്ലി മീൻ ചെയ്തേക്കുന്നത്. ഓക്കെ, എക്സിന് എന്താണ്, ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാൻ നേരത്ത് 0 ആവും. ആ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, മോസ്റ്റ്ലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ടാണ് വരുന്നത്. ഒരു റൂട്ട് വരുന്ന കേസ് ഉണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. എക്സിന് ഒരു വാല്യൂ ആണ്. ഇതേപോലെ വൈനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരും. ഓക്കെ, ഇതാണ് ഒരു ഇക്വേഷൻ തരും, y² പ്ലസ് 10y മൈനസ് 30 is equal to 0. ജസ്റ്റ് അസ്യൂം ചെയ്യും ഇങ്ങനെ ഒരു ഇക്വേഷൻ. എന്നിട്ട് ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യാനായിരിക്കും പറയുന്നത്. അതായത് എക്സ് ആണോ വലുത്, വൈ ആണോ വലുത് എന്നായിരിക്കും ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഇങ്ങനെ തരും, എക്സ് ആണോ വലുത്, വൈ ആണോ വലുത്. രണ്ടാമത്തെ ഓപ്ഷൻ വൈ ആണോ വലുത്, എക്സ് ആണോ വലുത്. അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഓപ്ഷൻസ് ആയിട്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്യാനാണ്, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ഉള്ളതിൽ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, സോ ഇതിൽ നിന്ന് 10ൽ 10 മാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോ മാർക്കിന്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. കാരണം മേ ബി സിംപ്ലിഫിക്കേഷൻ 1 മാർക്ക് മാറി 1/2 മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് കറന്റ് നോക്കണം നിങ്ങൾ. നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയത്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ. ഇനി അടുത്തതിലോട്ട് പോകാൻ നേരം ഇത് വരുന്നതാണ് അരിത്തമെറ്റിക് അല്ലെ. ഈ അരിത്തമെറ്റിക് ആക്ച്വലി നമുക്ക് പഠിക്കാൻ എന്തില്ല, സമയമില്ല. ഈ അരിത്തമെറ്റിക്കിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ, ഇത്രയും പഠിക്കാൻ നമുക്ക് ഒരിക്കലും എന്തില്ല, ടൈം കിട്ടത്തില്ല. സോ നമ്മൾ നോക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ 2 ടോപ്പിക് ഉണ്ടോ, പ്രോബബിലിറ്റിയും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും. ഇതെന്ന് പറയുന്നത് മെയിൻസിന് മാത്രം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ്, മെയിൻസിന് മാത്രം ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിപ്പോ പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇപ്പൊ ആക്ച്വലി പഠിക്കേണ്ട ആവശ്യകത ഇല്ല. കാരണം നമുക്ക് 1 മാസമേ ഉള്ളൂ. നമ്മൾ മെയിൻസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണോ? വേണ്ട. നമ്മളൊരു ബിഗിനർ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിലിംസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മെയിൻസിലോട്ട് ഫോക്കസ് ചെയ്താൽ. ഓക്കെ, സോ ഈ 2 ടോപ്പിക് എന്ത് ചെയ്യണ്ട,
നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു 1 മന്ത് കാലത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട. ഇനി ശ്രദ്ധിക്കുക, ഇനി ഒരു ഓർഡർ ശ്രദ്ധിക്കുക. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, പെർസെൻറ്റേജ്. നിങ്ങൾ ഈ 3 ടോപ്പിക്കാണ്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഈ 3 ടോപ്പിക്കിനാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ 3 ടോപ്പിക്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ആവറേജ്. ഓക്കെ, ഇത് 3 നോക്കി വെക്കാൻ പറയുന്നതിന്റെ കാരണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഇതാണ്, നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ ബേസിക്കലി എങ്ങനെ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് സ്ട്രോങ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഈ 3 ഏരിയ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ആവറേജ്. ഓക്കെ, ഞാൻ ഇതിലോട്ട് പോവാം, ബാക്കിയുള്ളതിലോട്ട് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എന്തുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതെന്ന് അറിയോ? നമ്മുടെ QA ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് DA എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് DA എന്ന് പറയുന്നത്. DA ആക്ച്വലി പലതരം ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ പറയല്ല. ഒന്നെന്ന് പറയുന്നത് പൈ ചാർട്ട്, രണ്ടെന്ന് പറയുന്നത് ഒരു ലൈൻ ഗ്രാഫ്, പിന്നെ ഒരു ബാർ ഗ്രാഫ് ഉണ്ട്, പിന്നെ കേസ്ലെറ്റ് ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫിഗർ തരും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ലൈൻ ഗ്രാഫ് തരും, അല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ്, അതും അല്ലെങ്കിൽ ഒരു പൈ ചാർട്ട്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സർക്കിൾ തന്നിട്ട് ഇങ്ങനെ പറയാണ് 50% ആപ്പിൾ, 50%, ഇത് 2 എണ്ണമല്ല 3-4 എണ്ണം വരാം. ഓക്കെ, ഓറഞ്ച്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൊത്തം 100 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഓക്കെ, 100 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അതിൽ 50% ആപ്പിൾ ആണ്, 50% ഓറഞ്ച് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ റിലേറ്റഡ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി കുറച്ച് വലുതായിരിക്കും. ഓക്കെ, ഇത് 2 എണ്ണമല്ലേ ഉള്ളൂ, 2-ന് പകരം 4 എണ്ണം ഒക്കെ വരും. ഓക്കെ, അതിനകത്ത് 25%, 10%, അങ്ങനെ വേരി ചെയ്യും. ഓക്കെ, സോ ഇതിൽ നിന്ന് 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു പൈ ചാർട്ട് വന്നു കഴിഞ്ഞാൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു DA ചെയ്താൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. ഓക്കെ, ഒരു DAയിൽ 5 സബ് ക്വസ്റ്റ്യൻസ് കാണും. ഇങ്ങനെ 3 DA ചോദിക്കും. ഓക്കെ, എത്ര DA ചോദിക്കും? 3 DA. ഒരു DAക്ക് 5 മാർക്കാ. അങ്ങനെയാണെങ്കിൽ 3 എണ്ണത്തിന് എത്ര മാർക്കാ? 15 മാർക്ക്. ഓക്കെ, എത്ര മാർക്കായിരിക്കും? 15 മാർക്കായിരിക്കും. പിന്നെ നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? DA എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും അരിത്തമെറ്റിക്കിലോട്ട് പോകരുത്. നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളാം? DAയിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളാം. ഓക്കെ, നമ്മൾ മോക്ക് ചെയ്യാൻ നേരത്ത്, നമ്മൾ സെക്ഷൻ മോക്ക് എടുക്കാൻ നേരത്ത് ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് കാണും. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് കാണും. അതിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ കാണും. അപ്പൊ എന്ത് ചെയ്യുക? ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ടോപ്പിക് എടുത്തിട്ട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി ഇത് 3 എടുക്കാൻ പറഞ്ഞതിന്റെ കാര്യം, ഇത് 3 പഠിക്കാൻ പറഞ്ഞതിന്റെ കാര്യം, നമുക്ക് DIയിൽ വരുന്ന സബ് ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞില്ല 5 സബ് ക്വസ്റ്റ്യൻസ് കാണുമെന്ന്. ആ 5 സബ് ക്വസ്റ്റ്യൻസും എന്ത് റിലേറ്റ് ചെയ്തായിരിക്കും? ആവറേജ്, പെർസെന്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇതിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണം പറയാം. 100 ക്വാണ്ടിറ്റി ഉള്ളതിൽ 50% ആപ്പിളും 50% ഓറഞ്ചും ആണ് അല്ലെ? ഇതിൽ നിങ്ങളോട് പറയാണ് ഇതിന്റെ റേഷ്യോ എത്ര? ആപ്പിൾ ടു ഓറഞ്ചിന്റെ റേഷ്യോ എത്ര? ആപ്പിൾ ടു ഓറഞ്ചിന്റെ റേഷ്യോ എത്ര? 50:1 ആയിരിക്കും അല്ലെ? 50/50 ആയിരിക്കും അല്ലെ? അപ്പൊ എന്ത് വരും? 1:1. ഓക്കെ, 1:1. ഇത് എളുപ്പമുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഇതായിട്ടുള്ളതായിരിക്കും വരുന്നത്. പക്ഷെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഏതാണ്? DA ആണ്. ഇപ്പൊ നോക്കിയേ, 15 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുമായി, 10 ക്വസ്റ്റ്യൻ നേരത്തെ സ്പീഡ് മാക്സ് ചെയ്തുമായി അല്ലെ? അപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻ ആയി? 25 ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മോക്ക് ചെയ്യേണ്ട രീതിയാണ്. ഓക്കെ, അതായത് നമ്മൾ മോക്ക് കാണാൻ നേരത്ത് തന്നെ നമ്മളിപ്പം എക്സാം എഴുതാതിരിക്കാന്ന് വിചാരിക്കുക. നമ്മുടെ QAയുടെ ടോപ്പിക് വന്നു. ഓക്കെ, QAയുടെ ടോപ്പിക് വന്നു. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അറിയാം? ഞാൻ ഈ പറഞ്ഞതുപോലെ DA ഉണ്ടോ, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇത് 4 ടോപ്പിക്കും എന്ത് ചെയ്യാം? ഉണ്ടോ നോക്കുക. ഉണ്ടോ എന്ന് ഫുള്ള് 35 ക്വസ്റ്റ്യൻ അടിച്ചു നോക്കിയിരിക്കരുത്. ഇപ്പം ഉദാഹരണത്തിന് 5ാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ. അപ്പൊ 5 തൊട്ട് 10 വരെ ഒബ്വിയസ്ലി സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, 5 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. അപ്പൊ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്? അറ്റൻഡ് ചെയ്യരുത്. ചിലപ്പോൾ അതെന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക്കൽ ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും. പാർട്ട്ണർഷിപ്പ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനത്തതായിരിക്കും. അതിനെന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്തെടുക്കും? ടൈം എടുക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യരുത്? അതൊരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്തേ ചെയ്യാവുള്ളൂ? ആ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇത് ഇത്രയും ചെയ്യാം. DA ഇത് 4 ആയിരിക്കണം നമ്മുടെ ഇമ്പോർട്ടൻസ്.
ഓക്കെ, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, അരിത്തമെറ്റിക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാവുള്ളൂ. ചിലപ്പോൾ അരിത്തമെറ്റിക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ആയിരിക്കും. ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഇത് തന്നെ ആയിരിക്കും, ഇതിനെ റിലേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, നമ്മൾ അപ്പൊ ആദ്യത്തെ ആ 10 ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിരിക്കരുത്. ഓക്കെ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ നമ്മുടെ 20 മിനിറ്റും പോകും. ഓക്കെ, എപ്പോഴും ഓർക്കുക, ചിലപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഏറ്റവും വലിയ ഏരിയ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് 30ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമ്മൾ പതുക്കെ 1, 2, 3 അതൊക്കെ ചെയ്ത് 30 എത്തുമോ? 30 എത്താനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തായിപ്പോയി, സ്കിപ്പ് ആയിപ്പോയി. ഓക്കെ, സോ അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യൻ DA കാണുന്നെങ്കിൽ നിങ്ങൾ DA അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഏത് കാണുന്നോ എന്ത് ചെയ്യുക, ഈ പറഞ്ഞത് മാത്രം ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അരിത്തമെറ്റിക്കിലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോക്ക് ചെയ്യാം. ഓക്കെ, മോക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്യൂയുടെ കേസിൽ? വെൽ, താങ്ക് യു റഹാൻ സാർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് എങ്ങനെയാണ് എടുത്തു തരേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് മോക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ലാസ്റ്റ് മന്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. സോ റീസണിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് റീസണിങ്ങിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ റീസണിങ് ഫാക്കൽറ്റി ആയ ശ്രീജിത്ത് സാറ് വെയിറ്റിംഗ് ആണ്. ഞാൻ ശ്രീജിത്ത് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക്സ് സാർ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ എൻ്റെ പേര് ശ്രീജിത്ത്. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ റീസണിങ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമുക്കൊന്ന് റീസണിങ്ങിന്റെ പുതിയ പാറ്റേൺ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്കിപ്പോ ഇത്രയും കാലം നിങ്ങൾക്ക് റീസണിങ്ങിൽ ചോദിച്ചുകൊണ്ടിരുന്ന മേജർ പോർഷൻസ് മൊത്തം 35 മാർക്കിനായിരുന്നു ഇതുവരെ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ ഈ കൊല്ലം തൊട്ട് നമുക്കൊരു മേജർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പ്രിലിംസിന് ടോട്ടൽ 35 ക്വസ്റ്റ്യനും 35 മാർക്കും ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ ടോട്ടൽ 35 ക്വസ്റ്റ്യനും അതേ 40 മാർക്കും ആയിട്ട് മാറിയിട്ടുണ്ട്. 20 മിനിറ്റ്സിൽ 35 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്. കാരണം ഇത്രയും കാലം വരെ നമുക്ക് 35 ക്വസ്റ്റ്യനും 35 മാർക്കും ആയിരുന്നു. കാരണം ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചായിരുന്നു. പക്ഷെ ഇനി തൊട്ട് നിങ്ങൾക്ക് എന്താ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മാത്സ് 35 ക്വസ്റ്റ്യൻസ് 30 ആക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു 5 മാർക്ക് എവിടെ കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഒരു 5 മാർക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മേജർ ചേഞ്ച് നമുക്ക് എന്തായാലും അതിൽ വന്നിട്ടുണ്ട്. മെയിൻസിൽ വരുമ്പോൾ നമുക്ക് വലിയ ചേഞ്ച് ഒന്നുമില്ല. കാരണം 40 ക്വസ്റ്റ്യൻസ് 60 മാർക്ക് തന്നെയാണ്, മൊത്തം 50 മിനിറ്റ് ആണ്. അപ്പോ ഇപ്രാവശ്യം തൊട്ട് നമ്മുടെ റീസണിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് റീസണിങ് ആണ്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും 30 മാർക്സിനേ ഉള്ളൂ. പക്ഷേ നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന 40 മാർക്സിനുണ്ട്. അപ്പോൾ റീസണിങ് നമുക്കൊരു 30+ നമുക്ക് മേടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കാരണം നമുക്കുള്ള നമ്മുടെ സെക്ഷൻ മാർക്കായാലും അല്ലെങ്കിൽ ഓവറോൾ കട്ട് ഓഫ് ആയാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് എന്തിൽ സാധിക്കും, നമുക്കുള്ള റീസണിങ് മാത്രം ആ ഒരു ടോപ്പിക് എടുത്താൽ മാത്രം നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കലും റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ അത്ര കുറെ കുട്ടികൾക്ക് എന്തായിരിക്കും, ചിലപ്പോൾ മാത്സ് പാടായിട്ടുള്ള കുറെ ആൾക്കാർ കാണും, ഉറപ്പായിട്ടും കാണും. കുറച്ചു പേർക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ പാടായിരിക്കും, അവർക്ക് ചിലപ്പോൾ മാത്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവർ കാണും. അപ്പോൾ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ആൾക്കാർ രണ്ടുപേരും, അതായത് മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും എന്ന് പറയുന്നത്. കുറച്ചു പേർക്ക് മാത്സ് ഈസി ആയിരിക്കും, കുറച്ചു പേർക്ക് ഇംഗ്ലീഷ് ഈസി ആയിരിക്കും. പക്ഷേ റീസണിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. റീസണിങ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും എളുപ്പമാണ്. റീസണിങ് ഒരിക്കലും ഒരാൾക്ക് ഒരാൾക്ക് എളുപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരിക്കും ഏതാ, നമ്മുടെ റീസണിങ്ങിൽ വരുന്നത്. അപ്പോൾ റീസണിങ് ടോപ്പിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഭാഗം. പക്ഷെ പ്രശ്നം വരുന്നത് എവിടെയാ, ഇത് ഈസി ആയതുകൊണ്ട് തന്നെ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാനുള്ളത് പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എല്ലാവരും കൂടുതൽ മാർക്ക് അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ 40 മാർക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 30+ മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിപ്പോൾ ഒരു പ്രിലിംസ് നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെ പോയാലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു 30+ സ്കോർ നമുക്ക് എങ്ങനെയായാലും നമുക്ക് മേടിക്കേണ്ടി വരും. അപ്പോ ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു മാസം നമുക്ക് എന്തായാലും ഒരു പ്രിപ്പറേഷൻ ടൈം കാണും, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ലൊരു ടൈം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. അപ്പോ ഇതിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്നാണ് ഞാൻ ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ കാരണം നമുക്ക് എല്ലാ സെക്ഷനും കൂടെ നമുക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല, കാരണം 1 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക് എല്ലാം വരുന്നത് നമ്മുടെ പ്രിലിംസിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചായിട്ട് വരുന്നത് ഏതൊക്കെ നമ്മുടെ ലോജിക്കൽ റീസണിങ്, അതുപോലെ ആൽഫ ന്യൂമറിക് സീരീസ്, ഡയറക്ഷൻസ്, ഡേറ്റ സഫിഷ്യൻസി, ഇനിക്വാളിറ്റീസ്, ഇങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഏതൊരു ടോപ്പിക് ആയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇതിൽ ഏറ്റവും നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാ. അപ്പോ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, കാരണം നമുക്കുള്ള ഒരു 5 ചോദ്യം ഉണ്ടെങ്കിൽ 5 ചോദ്യവും നമുക്കൊരു 1 മിനിറ്റ് കൊണ്ട് 5 ചോദ്യം ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് നമ്മുടെ ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കും. ഇനിക്വാളിറ്റിയിൽ മോസ്റ്റ്ലി മിക്കവാറും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിക്വാളിറ്റിയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ സിലോജിസത്തിലും നമുക്ക് എന്താ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്ലർക്ക് ലെവൽ എക്സാം ആണെങ്കിൽ ഉറപ്പായിട്ടും 5 ചോദ്യം കാണും. PO ലെവൽ എക്സാം ആകുമ്പോൾ 3 to 5 ക്വസ്റ്റ്യൻസ് കാണും. ഒന്നെങ്കിൽ 3 ചോദ്യം കാണും, അല്ലെങ്കിൽ മാക്സിമം 5 ചോദ്യങ്ങൾ കാണും. അപ്പോ ഇനിക്വാളിറ്റി ആയാലും സിലോജിസം ആയാലും നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 5 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഏതാ ഇനിക്വാളിറ്റി സിലോജിസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ടോപ്പിക്ക് കവർ ആവുമ്പോൾ തന്നെ ടോട്ടൽ എത്രയാ, നമുക്ക് 2 മിനിറ്റ് കൊണ്ട് 10 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ടോപ്പിക്ക് നമ്മുടെ ഏതാ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനിക്വാളിറ്റി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കാരണം ഗ്രേറ്റർ, ലെസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ, ഇങ്ങനെ പറഞ്ഞു വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഏതാ ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ഭാഗം അല്ലെ. ഇപ്പോ ഒരു റിലേഷൻ കാണും, ഇപ്പോ ഒരു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോ അവിടെ കൊടുത്തിരിക്കും എന്താ, എ ഗ്രേറ്റർ ദാൻ സി ആണെന്ന് ചിലപ്പോൾ അവിടെ കൊടുത്തിരിക്കും. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ കാണും, അതിൽ നിന്ന് നമുക്ക് എ ഗ്രേറ്റർ ദാൻ സി ശരിയാണോ തെറ്റാണോ. അപ്പോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, അതുപോലെ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. നമുക്ക് ഉറപ്പായിട്ട് പറയാം എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആരായിരിക്കും, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി തന്നെ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ അവർ തന്നിട്ടുള്ള ആരാ, എ ഗ്രേറ്റർ ദാൻ സി എന്ന് അവർ തന്നിട്ടുള്ളേ. അപ്പൊ ഉറപ്പായിട്ടും ഈ കണ്ടീഷൻ എന്തായിരിക്കും, തെറ്റായിരിക്കും അല്ലെ. അവർ പറയുന്നത് നമുക്ക് കിട്ടുന്ന സാധനവും അവർ തന്നിരിക്കുന്ന സാധനവും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവൻ ശരിയാണ് എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇനിക്വാളിറ്റിയിൽ വരുന്നത്. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ വേറെ ഒരു കാര്യവും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇതില്. അപ്പോ കാരണം അതുകൊണ്ടാണ് നമുക്ക് 1 മിനിറ്റിൽ 5 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഏതാ സിലോജിസം എന്ന് പറയുന്നത്. സിലോജിസത്തിൽ വരുമ്പോൾ നമുക്ക് എന്താ, ഇപ്പോ ആൾ എ ആർ ബി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് അല്ലെ. ആൾ എ ആർ ബി, ആൾ എ ആർ ബി, ആൾ എ ആർ ബി എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിലോജിസത്തിന് നമ്മൾ വരയ്ക്കുന്നത് നമ്മളെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിലോജിസം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആൾ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആൾ എ എല്ലാ എയും ബി ആണ്, ആൾ എ ആർ ബി നമ്മൾ എന്ത് വരയ്ക്കും, ഒരു റൗണ്ട് വരച്ചിട്ട് എല്ലാ എയും ബി ആണ് എന്ന് പറഞ്ഞു ചെയ്തു. അപ്പോ ഇതേപോലെ നമുക്ക് കുറെ ആൾക്കാരുണ്ട്, ആളുണ്ട്, സം ഉണ്ട്, നോ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ക്ലാസ്സിൽ നമുക്ക് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോ ഇതുപോലെ നമ്മൾ വരച്ച് പിക്ചോറിയൽ റെപ്രസെന്റേഷനിലെ ഇവന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെയും ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ എന്താ 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും, അവന്മാര് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ ശരി തെറ്റ് നോക്കാനായിട്ട് നമുക്ക് വലിയ സമയം വേണോ, വേണ്ട. കാരണം അതുകൊണ്ടാണ് നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുന്നേ, നമുക്ക് 5 എണ്ണം നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ മൊത്തം എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ 5 ചോദ്യമാണെങ്കിൽ ഓരോന്നിലും ഇനിക്വാളിറ്റിയിലും സിലോജിസത്തിലും 5 ചോദ്യമാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 ചോദ്യം ചെയ്യാൻ പറ്റും. മിനിമം 3 ചോദ്യം ഇനിക്വാളിറ്റിയിൽ നിന്ന് 3 ചോദ്യം ആയെങ്കിലും സിലോജിസത്തിൽ നിന്ന് 3 ചോദ്യമാണെങ്കിലും മിനിമം നിങ്ങൾക്ക് 6 മാർക്കിന്റെ ചോദ്യം ഏതിൽ നിന്ന് തന്നെ കിട്ടും, ഈ ഒരു 2 ടോപ്പിക്കിൽ നിന്നും കിട്ടും, ഇനിക്വാളിറ്റി സിലോജിസം. പക്ഷെ എല്ലാ പ്രാവശ്യവും ഈ 2 ടോപ്പിക് ഒരേപോലെ കാണുമോ, ചിലപ്പോൾ കാണില്ല. കാരണം ചില സമയത്ത് ഇനിക്വാളിറ്റി മാത്രമേ ഉണ്ടാവൂ, ചില സമയം സിലോജിസം മാത്രമേ ഉണ്ടാവൂ. പിന്നെ ചില ഷിഫ്റ്റുകാർക്ക് ചിലപ്പോൾ ഇനിക്വാളിറ്റിയും സിലോജിസവും രണ്ടും കൂടെ ചേർന്ന് കാണും. അങ്ങനെയുള്ളവരെന്താ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഈ ഷിഫ്റ്റ് ഈസി ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്താ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഷിഫ്റ്റ് ഈസി ആകുന്നതനുസരിച്ച് എനിക്ക് കൂടുതൽ എണ്ണം ചെയ്യാൻ പറ്റിയില്ലയോ, അപ്പോൾ എനിക്ക് സ്കോറിൽ കൂടുതൽ വരില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അതൊക്കെ നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. ഷിഫ്റ്റ് എളുപ്പമാകുന്നതനുസരിച്ച് നിങ്ങളുടെ കോമ്പറ്റീഷൻ ഹൈ ആയിക്കൊണ്ടേയിരിക്കും. എപ്പോഴായാലും എത്രത്തോളം നിങ്ങളുടെ ഷിഫ്റ്റ് പാടാകുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് നോർമലൈസേഷൻ മാർക്ക് ഉണ്ട്. കാരണം ഷിഫ്റ്റ് പാടാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാം. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോ ഒരു ടോട്ടൽ ഒരു 50 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ പോലും നിങ്ങളുടെ ഷിഫ്റ്റ് ഇപ്പൊ പാടാണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാം,
12 to 15 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാം. 12 to 15 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാം. അങ്ങനെയാണെങ്കിൽ 50 മാർക്ക് നിങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് ആക്യുറസി ഒരു 90% എബോ നിങ്ങൾക്ക് ആക്യുറസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 12 തൊട്ട് 15 മാർക്ക് കൂടുതൽ കിട്ടാം. എന്ന് വെച്ചാൽ 62 മാർക്ക് തൊട്ട് 65 മാർക്ക് വരെ കിട്ടാം. ഇതേ സമയം നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ ഷിഫ്റ്റ് ഇപ്പോ ഈസി ആണെങ്കിലോ അവിടെയും പ്രശ്നമുണ്ട്. ഷിഫ്റ്റ് ഈസി ആകുന്നതനുസരിച്ച്, കാരണം ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് പാടായിരിക്കും, ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ഈസി ആയിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് ഈസി ആകുന്നതനുസരിച്ച് നമുക്ക് എന്താ നോർമലൈസേഷനിൽ മാർക്ക് കുറയാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്റെ ഷിഫ്റ്റ് എളുപ്പമാക്കി തരണേ എന്ന് ഒരിക്കലും പറഞ്ഞിരിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യാവൂ, എന്റെ ഷിഫ്റ്റ് പാടാക്കി തരണമെന്ന് മാത്രമേ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് എക്സാം പാടാകുന്നതനുസരിച്ച് അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും, നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാനുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആക്യുറസി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. സ്പീഡ് വേണം, അതേപോലെ തന്നെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ ഒരു 35 to 40 ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും 40 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഒരു PO ലെവൽ എക്സാമിന് ഒരിക്കലും പോകാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഒരു 35 ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഉറപ്പായിട്ടും നമുക്ക് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതില് മേജർ ആയിട്ടുള്ള 2 ടോപ്പിക് ഏതാ, നമ്മുടെ ഇനിക്വാളിറ്റി, സിലോയിസം. അപ്പോ ഇവന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാ. കാരണം ഈ ഭാഗമാണ് നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു 2 ഭാഗം എന്തായാലും വേണം. കാരണം പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ നമുക്കുള്ള ഈ 2 ഭാഗവും. പക്ഷേ യവന്മാർ എപ്പോഴും ചിലപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ കിടക്കില്ല അല്ലെ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല നമ്മുടെ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ സിലോയിസം എന്ന് പറയുന്ന ടോപ്പിക്. ചിലപ്പോൾ അവൻ കിടക്കുന്ന എപ്പോഴായിരിക്കും, ഒരു 30ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സിലോയിസം കിടക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക. എവിടെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്ന് കിടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ തെളിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഓരോ 5 ചോദ്യം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു മാറ്റുക. കാരണം നിങ്ങൾക്ക് സൈഡിൽ എന്തായാലും ഒരു മൊത്തം 40 ക്വസ്റ്റ്യൻസിന്റെ ഒരു ടാബ് എന്തായാലും സൈഡിൽ ഇങ്ങനെ തന്നിരിക്കും. അവിടെ മൊത്തം എന്താ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എന്താ മൊത്തം ഒരു 30 ക്വസ്റ്റ്യൻസിന്റെ മൊത്തം ഒരു 30 അല്ല, ഇപ്പൊ എത്രയാ 45 അല്ലെ, 40 ആയി. അപ്പൊ ഈ 40 ക്വസ്റ്റ്യൻസിന്റെ മൊത്തം ഒരു ക്വസ്റ്റ്യന്റെ എണ്ണം നമുക്ക് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കും. അപ്പൊ നമുക്ക് ഈ ജസ്റ്റ് അവനെ തൊട്ടാൽ മാത്രം മതി. എന്താ, നേരെ നിങ്ങൾ ആ 12ാമത്തെ ചോദ്യത്തിലോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 15ാമത്തെ ചോദ്യം വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ആ 15 എന്ന് പറയുന്നതിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നേരെ അതിലോട്ട് പോകും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ഒരു മിനിറ്റ്, ആദ്യം നമ്മുടെ ചോദ്യം തുടങ്ങിയ ഒരു ആദ്യത്തെ 1 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് നോക്കാൻ എടുക്കേണ്ട ടൈമാ, നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെയൊക്കെയാ നമ്മുടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടൈമാണ്. കാരണം യവന്മാര് കൂട്ടത്തോടെ കിടക്കുള്ളൂ. സിലോയിസം എങ്ങനെയായാലും ഇപ്പൊ 1 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണം ഉറപ്പായിട്ട് അവിടെ കിടക്കും. അപ്പോൾ 30ാമത്തെ ചോദ്യത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ 30 തൊട്ട് 35 വരെ സിലോയിസം ആയിരിക്കും. അതുപോലെ ഇനിക്വാളിറ്റിയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇപ്പൊ ഇനിക്വാളിറ്റി കിടക്കുന്ന ഒരു 20ലാ, അങ്ങനെയാണെങ്കിൽ 20 തൊട്ട് 25 വരെ ആരായിരിക്കും, നമ്മുടെ ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും. അപ്പൊ നമ്മൾ 5 വെച്ച് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിലോയിസവും കിട്ടും, അതുപോലെ തന്നെ ഇനിക്വാളിറ്റിയും കിട്ടും. ചിലപ്പോൾ 25ലായിരിക്കും, 30ലായിരിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. സ്ക്രീനിൽ തന്നെ എന്ത് കാണും, മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, മാർക്ക് ഫോർ റിവ്യൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റി എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിലോട്ട് പോകും, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം കളർ ചേഞ്ച് ആയിട്ട് കിടക്കും. മാർക്ക് ഫോർ റിവ്യൂവിൽ തൊടുമ്പോൾ ഒരു കളർ ചേഞ്ച് കാണും. കാരണം നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ 12ാമത്തെ ചോദ്യമാണ് കളർ ചേഞ്ച് ആയിട്ട് കിടക്കുന്നതെങ്കിൽ ഞാൻ അവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടതാണ്, എനിക്ക് കാണാൻ പറ്റും അല്ലെ പെട്ടെന്ന്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണോ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ സിലോയിസം കാണുന്നത് അവിടെ നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഈ ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ സിലോയിസം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോ എന്ത് ചെയ്യുക, ഈ 40 ചോദ്യവും ഞാൻ ഒറ്റയടിക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ്, മാക്സിമം ഒരു 1.5 മിനിറ്റ് കേട്ടോ, അതാണ് നമുക്ക് മൊത്തം ഈ 40 ചോദ്യവും നോക്കാനുള്ള സമയം. എന്തായാലും എങ്ങനെ പോയാലും നിങ്ങൾ ആദ്യം 1, 2, 3 എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്തു തുടങ്ങാൻ പാടില്ല. കാരണം 1ാമത്തെ ചോദ്യം ചിലപ്പോൾ ഒരു പാടുള്ള ഒരു പസിലായിരിക്കും, നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ചിലപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പസിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ പസിൽ ചെയ്യാൻ പോകുന്ന ഒരു 3 മിനിറ്റും അതിന്റെ കൂടെ ലോസ് ആവുന്ന ഒരു 2 മിനിറ്റും കൂടെ മൊത്തം 5 മിനിറ്റ് നിങ്ങൾക്ക് ഈ 20 മിനിറ്റ്സിൽ നഷ്ടമായി പോകും. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി എന്താ, ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ബെസ്റ്റ് ചോദ്യം ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോദ്യം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്താ ഏറ്റവും ഈസി ആയിട്ട് എന്റെ സ്ട്രോങ് പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും എന്താ നമ്മുടെ ഇനിക്വാളിറ്റിയും സിലോയിസും തന്നെ ആയിരിക്കും നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവനെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാവൂ. അപ്പോൾ
ഇവൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താ ഒരു 6 to 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ 2 ടോപ്പിക്കിൽ നിന്നും കിട്ടും. അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പസിൽ എന്ന് പറയുന്നത്. റീസണിങ് എന്ന് പറയുന്നത്, ബാങ്ക് റീസണിങ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് തന്നെയാണ്, പസിൽ തന്നെയാണ്. ഈ പസിലിൽ തന്നെ കുറെ ടൈപ്പ് പസിലുണ്ട്. അതിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതിനാണ് പസിൽ കേട്ടോ. നമുക്ക് എല്ലാത്തിനും എന്തിലേക്കാം, പസിലിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, കാര്യമൊക്കേണ്ട കാര്യമൊന്നുമില്ല. പസിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കുറെ ടൈപ്പ് പസിലുണ്ട്. അതില് ഒന്നാണ് നിങ്ങളുടെ എന്താ ഒരു സർക്കുലാർ പസിൽ. ഇപ്പോ കുറെ ആൾക്കാർ ഒരു സർക്കുലാർ ടേബിളിൽ ഇരിക്കുന്നു. അപ്പൊ 8 ആൾക്കാർ ഇങ്ങനെ സർക്കുലാർ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, 8 ആൾക്കാർ. അപ്പോ 8 ആൾക്കാർ എങ്ങനെയാ, അവർ പല രീതിയിൽ ഇരിക്കാം. ഒന്ന് അകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളൊരു ചർച്ച നടക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്താ ഇതുപോലെ 8 ആൾക്കാർ റൗണ്ട് ചെയ്ത് എന്താ അകത്തോട്ട് നോക്കിയിരിക്കാം. അപ്പൊ അകത്തോട്ട് നോക്കിയിരിക്കുന്ന ഈ 8 ആൾക്കാര് എങ്ങനെയൊക്കെ ഇരിക്കാം എന്നാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്റെ 2 അല്ലെ സെക്കൻഡ് ടു ദ റൈറ്റ് ബി ആണ്. അപ്പൊ എ അകത്തോട്ട് നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അവിടെ ഇരിക്കുന്നത് അത് നോക്കി നമ്മൾ എന്ത് ചെയ്യുക, അവനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്റെ 2 റൈറ്റ് ആണ് ബി ഇരിക്കുന്നത് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടു ദ റൈറ്റ് ആണെങ്കിൽ എന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, എന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ സൈഡ് ആയിരിക്കും. കാരണം അകത്തോട്ട് നോക്കിയിരിക്കുന്ന ആളല്ലേ, നമ്മൾ തന്നെ ഇപ്പൊ ഒന്ന് അകത്തോട്ട് നോക്കിയിരിക്കുന്നതായിട്ടൊന്ന് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും, നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോ എന്റെ സെക്കൻഡ് ടു ദ റൈറ്റ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാ ബി എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലെ. ബിന്റെ ഒരു തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് സി. അങ്ങനെയാണെങ്കിലോ ബിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണെങ്കിൽ, ബിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലെഫ്റ്റ് അല്ലെ, ബിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും അല്ലെ, ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോ തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3, മൂന്നാമതാണ് നമ്മുടെ സി എന്ന് പറയുന്ന ഇരിക്കുന്ന ആള്. അപ്പോ ഇതാണ് നമ്മുടെ ഏതാ സർക്കുലാർ അറേഞ്ച്മെന്റ് പസിൽ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം, 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഏതാ ഈ ഒരു സർക്കുലാർ അറേഞ്ച്മെന്റ് പസിൽ. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സർക്കുലാർ അറേഞ്ച്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല, ഒരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം അവിടെ എപ്പോഴും എന്റെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഒരു PO ലെവൽ എക്സാം ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പസിൽ എന്ന് പറയുന്ന ആള് എപ്പോഴും ഈസി ആകണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ല എങ്കിലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. കിട്ടിയില്ല എങ്കിൽ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ മൊത്തം എന്താവും, ആ ഒരു എക്സാമിൽ നമ്മൾ പിന്നെ ഒന്ന് ബാക്കിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏതൊരു ടോപ്പിക് എടുത്താലും, ഇപ്പൊ മാത്സ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അവനെ കണ്ടുപിടിച്ച് അവനെ ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് സാർ. ശ്രീജിത്ത് സാറ് പസിൽസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ വരച്ച് കാട്ടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ശ്രീജിത്ത് സാറിന്റെ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. സോ അനലോഗി സാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഐപ്ലസിന്റെ ചാനൽസ് എടുക്കുകയാണെങ്കിൽ, യൂട്യൂബിൽ ചാനൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ്, മോക്ക് സീരീസുകൾ എല്ലാം നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിങ്ക് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഐപ്ലസിന്റെ ലിങ്കിനകത്ത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സീരീസുകൾ, ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ if you want to prepare with iPlus, you can join with iPlus. iPlus-ഉമായിട്ട് ജോയിൻ ചെയ്യാം. വിഷ്ണു സാറ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് നമ്പറിൽ കോൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. സോ റഹാൻ സാറും ശ്രീജിത്ത് സാറും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, അതായത് എന്താണ് ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സാറുമാർ 5 years 10 years എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാറ്റേൺ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി ആദ്യം ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ശ്രീജിത്ത് സാർ പറഞ്ഞു തന്ന പോലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതിലാണ് വരുന്നത്, ഈ ലാസ്റ്റ് മന്തിലേക്ക് നിങ്ങൾ വൈഡ് പോകാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു തന്നിരിക്കുന്ന സാധനം കൃത്യമായി നോക്കുക. സോ ഡു പ്രാക്ടീസ് വെൽ. ബെസ്റ്റ് വിഷസ് ഫോർ യു ഓൾ. വെൽ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.